സ്നേഹമുള്ളവരെ, നിങ്ങളീ കാണുന്നത് ഈ ക്രിസ്മസിന് നമ്മുടെ 400-ൽ പരമുള്ള ഏറ്റവും എളിയ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ക്രിസ്മസ് പൊതികൾ നമ്മൾ തയ്യാറാക്കുന്നതാണ്. അതിൻ്റെ ഒരു ഡെമോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ക്രിസ്മസ് പൊതിയിൽ നല്ല സാരിയുണ്ട്, ഷർട്ടുണ്ട്, പേസ്റ്റ്, ബ്രഷ്, ബാത്തിങ് സോപ്പ്, വാഷിംഗ് സോപ്പ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വിവിധ ഇടങ്ങളിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്ത് ഈ ഒരു 2-3 മാസക്കാലമായിട്ട് ഇതിനു വേണ്ടിയിട്ട് സിസ്റ്റേഴ്സും നമ്മുടെ സ്റ്റാഫും എല്ലാവരും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ക്രിസ്മസ് സമ്മാനം നമ്മുടെ മക്കൾക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട്. അത് പൂവണിയുന്ന രംഗങ്ങളാണ് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് കേരളത്തിലെയും കോയമ്പത്തൂരിൻ്റെയും വിവിധ ഇടങ്ങളിൽ നിന്നും ഇടവകളിൽ നിന്നും അതുപോലെ നമ്മുടെ കോയമ്പത്തൂരുള്ള കാർമൽ ഗാർഡൻ സ്കൂളിലെ വിദ്യാർത്ഥികളുമൊക്കെ ചേർന്ന് നമുക്ക് നൽകിയ കൊച്ചു കൊച്ചു സമ്മാനങ്ങളാണ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ ഏറ്റവും എളിയ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. ഇത് തയ്യാറാക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. I came from West Bengal to work with poor people. I'm very happy to work, and we are packing sarees, washing soap, bathing soap, brush, paste. So I'm very happy to work this work here in Coimbatore. Like 2-3 months I've been supporting and coming and helping to pack food. But now I'm very happy to be part of this Christmas celebration and to do all the packing along with the fathers and sisters. സ്നേഹമുള്ളവരെ, ഒത്തിരി സന്തോഷത്തോടു കൂടെയാണ് ഇപ്പോൾ ആയിരിക്കുക. കാരണം കഴിഞ്ഞ 1 മാസക്കാലമായിട്ട് നമ്മുടെ മക്കൾക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പരിശ്രമിക്കുകയായിരുന്നു. ആ പരിശ്രമം ഇപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം പൂർത്തീകരിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ വെള്ളക്കിണർ റൂട്ടിലുള്ള മക്കൾക്ക് നമ്മൾ സമ്മാനപ്പൊതികളുമായിട്ട് ഈ ക്രിസ്മസിന് കടന്നു ചെല്ലാനായിട്ട് പോവുകയാണ്. നമുക്ക് ഏകദേശം ആ റൂട്ടിൽ 150ഓളം മക്കളുണ്ട്. വെള്ളക്കിണർ, ഉരുമാണ്ടംപാളയം, ഗൗണ്ടംപാളയം ആ പ്രദേശത്തേക്കാണ് നമ്മൾ കടന്നു പോവുക. ഈ ക്രിസ്മസ് സമ്മാനം നമ്മൾ അവർക്ക് കൊടുക്കുമ്പം അവരുടെ മുഖത്തെ സന്തോഷം കാണുവാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ ആഗ്രഹമുണ്ട്. അച്ഛന് ഈ കഴിഞ്ഞ ദിവസം പാവർ ചിത്രത്തിലെല്ലാം പോയിട്ട് ഈ സമ്മാനപ്പൊതി കൊടുക്കുവാനായിട്ട് ഇന്ന് രാവിലെ ഇവിടെ ഓടിയെത്തിയതാണ്. അതുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടു കൂടെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിപ്പോൾ ഈ തെരുവോരങ്ങളിലേക്ക് കടന്നു പോകുവാനായിട്ട് പോവുകയാണ്. ഈശോ നാടുനീളെ നടന്ന് ചുറ്റി സഞ്ചരിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലാവരോടും പങ്കുവച്ചു. ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുക അത് ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ്. കോയമ്പത്തൂരിലെ ഈ ശുശ്രൂഷയ്ക്ക് നായകത്വം വഹിച്ചുകൊണ്ട് സൂരജൻ്റെ കൂടെ സിസ്റ്റേഴ്സും എല്ലാം ഞങ്ങളെല്ലാവരും കൂടെ പോയി മക്കൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് വലിയ സന്തോഷമാണ്. ജോയ് ഓഫ് ദ ഗോസ്പൽ. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നോ ഇത് കൊടുക്കുന്നതല്ല, ഈശോയെ കൊടുക്കുന്നു എന്നതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊടുക്കാം. പിള്ളേർ സെറ്റ് അവിടെ നിൽക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ ഓരോന്ന് പൊട്ടിച്ച് ഉണ്ടെങ്കിൽ വരുന്ന അൻപാർന്നവരെ, ഇത് ഉങ്ങൾക്കാകെ നമ്മ ഇല്ലത്തിൽ നിന്നും ഒരു ചിന്ന ക്രിസ്മസ് ഗിഫ്റ്റ് നമ്മ പെരിയ ഫാദറുടെ ലീഡർഷിപ്പിൽ പാക്ക് പണി കൊണ്ടുവന്നിരിക്കുന്നത്. இதுக்குள்ளேல ஒரு சாரி இருக்கு, ஷர்ட் இருக்கு, பேஸ்ட், ப்ரஷ், வாஷிங் சோப்பு, பாத்திங் சோப்பு எல்லாமே இருக்கு. உங்களுக்காக எங்களுடைய ஃபாதர்ஸுடையும் சிஸ்டர்ஸுடையும் இந்த அக்காவுடையும் எல்லாருடையும் சேர்ந்து பேக் பண்ணி உங்களுக்காக இந்த கிறிஸ்மஸுக்கு நம்ம இல்லத்தில் நிന്നും அன்பில்லத்தில் நிന്നും
നമ്മൾ സാപ്പാടോട് ചേർത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ഉദവി. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് വാഴ്ത്തുക്കൾ, പുത്താണ്ട് വാഴ്ത്തുക്കൾ. നല്ലപടി എല്ലാവരും ഇരിക്കുക. ഏതാ ഒരു ബിസ്ക്കറ്റ്. கொண்டாட்டி மக்களும் ஒன்றும் கிடையாது. நீங்க தானே என்னோட அப்பாவும் அம்மாவும் சகோதரங்களும் மக்களும் எல்லாம் தானே. ஆனா நீங்க எல்லாம் നമുക്ക് കേരളാവിലൊക്കെ പോയി പിച്ചെ എടുത്ത് കിടക്കുന്ന തൊട്ട് തന്നെ വരുന്നത്. ആനാ നിങ്ങ എല്ലാം നല്ലപടി ജപം പണ്ണണം. കർത്തരെ കൂപ്പിട്ട് എനിക്കാകെയും ജപം പണ്ണണം. ഇതുമാതിരി നന്നായിട്ട് പോകുന്നതൊക്കെ കേട്ടോ. கவுன்சிலர்மா நீங்க ஹெல்ப் பண்ணதுனால இங்கே மதம் மாற்றம் ஒன்றும் கிடையாது. அன்புள்ளம் சந்தோஷம் இருக்குல்ல. ஓகே ஓகே எல்லாரும் அம்மா அம்மா நீங்க இங்கே ஒண்ணும் இல்ல காசு கொடுத்தா இல்லாட்டி காசு வாங்கணும். சாப்பாடுக்கு சாப்பிடா 360 நாளும் கிடைக்குதில்ல. கிடைக்காதிருந்தால சொல்லு കേട്ടോ. ഹാപ്പി ക്രിസ്മസ്, പുത്താണ്ട് വാഴ്ത്തുക്കൾ കേട്ടോ. ഇതൊന്നും എന്നോട് കയ്യിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. നീങ്ക ധൈര്യമായി സാപ്പിടാം. ആണ്ടവര് സാപ്പാട് എന്റെ വീട്ടിൽ നിന്നോ നമ്മ കുടുംബത്തിൽ നിന്നോ ആരുടെയും കുടുംബത്തിൽ നിന്നോ കൊണ്ടുവരുന്നതല്ല. നല്ല മനുഷ്യന് തരുന്ന തൊട്ട് സാപ്പാടാക്കി കൊണ്ടുവരുന്നത്. ഇത് പൊതു പണവേ. പുരിയുതാ ഞാൻ ചൊല്ലുന്നത് പുരിയുതാ കേട്ടോ. നമ്മ എല്ലാവരുടെയും തൊട്ട് நல்லா இருக்கீங்களா? எக்கனே இருக்குது சாப்பாடு எங்கே? இங்கே நான் போறேன், வீட்டிலே தான் இருப்போம். இவருக்கு நல்ல கும்பிட கொடுங்க. நிறைய உதவி இவங்க செய்யறாங்க. நீங்க கொடுத்துட்டு நீ தான் போட்டுருக்குற. அழகா இருக்கு கேട്ടോ. அழகா இருக்கு. ஃபாதர் தான் வந்து கொடுக்குறாரு உங்களுக்கு சாப்பாடு. எப்படி இருக்குன்னு சொல்லுங்க. இந்தாங்க சாப்பாடு. அவர் முன்னாடி சொல்லுங்க. ஆட்டுக்காரியம்மா சாப்பாடு எப்படி இருக்குதும்மா? சாப்பாடு எப்படி இருக்கு? நல்லா இருக்கு. ഓക്കെ കേട്ടോ. എല്ലാ ദിവസവും രണ്ടുപേരും ഇங்கே ഉണ്ട്. അത് അവരെ വിളിച്ചു പറഞ്ഞു. நல்லா இருக்கா? நல்லா இருக்கேன். எப்படி சாப்பாடு? நல்லா இவர் கொட்டையா? அம்மா சாப்பிடுதா?